Welcome to a new session of MI Academia. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 2 അതായത് ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ മൊഡ്യൂൾ 2ലെ ഫസ്റ്റ് പോർഷനാണ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാമാണ്. അപ്പോൾ നോർമലി അത് ഭയങ്കര എളുപ്പമുള്ള കൺസെപ്റ്റാണ്. നമുക്ക് അതിലാദ്യം അറിയേണ്ടത് എന്താണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നാണ്. അതായത് നമുക്കൊരു പർട്ടിക്കുലർ ഇൻഫർമേഷനെ ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നമുക്ക് ആ ഇൻഫർമേഷനെ എത്തിക്കണം. അതാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലോട്ട് നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷനെ നമ്മൾ പാസ് ചെയ്യുന്നതിനാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആ ഇൻഫർമേഷൻ ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലം സോഴ്സ്, നമ്മൾ അറ്റ് ദ എൻഡ് നമുക്ക് എത്തേണ്ട സ്ഥലം എന്താണ് ഡെസ്റ്റിനേഷൻ. ഇപ്പോൾ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാണ് കേട്ടോ. നമുക്ക് ഇതിനകത്ത് ആകെയുള്ളത് ഒരു ഇൻഫർമേഷൻ സോഴ്സാണ്. അതായത് നമുക്ക് ഇനീഷ്യലി ഉള്ളത് ഒരു ഇൻഫർമേഷൻ സോഴ്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഇൻഫർമേഷൻ സോഴ്സാണ്. ആ ഇൻഫർമേഷൻ സോഴ്സിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് മെസ്സേജ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട മെസ്സേജ് വരിക. അപ്പോൾ അത് ഇവിടെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ എന്താ ശരിക്കും നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? മെസ്സേജ് അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഡാറ്റ ആയിരിക്കും. എന്നിട്ട് നമ്മളത് ട്രാൻസ്മിറ്ററിൻ്റെ ബ്ലോക്കിലോട്ട് കൊടുക്കും. അവിടെ ചിലപ്പോൾ മോഡുലേറ്റർ ഉണ്ടാവും, എൻകോഡിങ് ചെയ്യുന്നുണ്ടാവും, അങ്ങനെ പല പ്രോസസ്സുകളും ട്രാൻസ്മിറ്ററിനകത്ത് നടത്തും. നമുക്ക് ഈ ഒരു ഡാറ്റേനെ വേറൊരു ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കണമെങ്കിൽ അതിന് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തണം, ആ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി അതിനെ ട്രാവലിന് ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ് ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിനെ ആംപ്ലിഫൈ ചെയ്യും, ചിലപ്പോൾ നമ്മൾ അതിനെ എൻകോഡ് ചെയ്യും. കാരണം ഈ മെസ്സേജ് ആരും ഡീകോഡ് എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചില സീക്രട്ട് കീസൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ എൻകോഡ് ചെയ്ത് വേറെ ഫോമിലോട്ട് മാറ്റും. നമ്മൾ ചില സമയത്ത് അതിനെ മോഡുലേറ്റ് ചെയ്യും. അതിനകത്ത് കുറേ ദൂരം ട്രാവൽ ചെയ്യണമെങ്കിൽ ഹൈ ഫ്രീക്വൻസിയിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യും. അതാണ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒത്തിരി പ്രോസസ്സുകൾ നടക്കുന്ന സ്ഥലമാണ് ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലാണ് ഇവിടെ വരിക. അത് നമ്മൾ ചാനലിലോട്ടാണ് കടത്തിവിടുന്നത്. അതായത് ചാനൽ എന്ന് പറയുന്നത് ഫിസിക്കൽ മീഡിയമാണ്, നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മീഡിയം. അപ്പോൾ ചാനൽ എന്ന് പറയുന്നത് ആക്ച്വലി വയർഡ് ആവാം, വയർലെസ് ആവാം. ചാനലിൽ കൂടെ നമ്മൾ സിഗ്നലിനെ കടത്തിവിടുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആവാം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആവാം, ഒപ്റ്റിക്കൽ ആവാം. നമ്മൾ ഏത് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് യൂസ് ചെയ്യണത് അതായിരിക്കും ചാനൽ. ഇപ്പോൾ ഒരു ഫൈബർ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിനകത്ത് ഫൈബർ കേബിളാണ് അതിൻ്റെ ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ ഫോമിലായിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് നമുക്ക്. അതിൽ നമുക്ക് ഡാറ്റ ഏത് രീതിയിലാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അതിന് കൺസേൺ ആയിട്ടുള്ള ചാനലായിരിക്കും നമ്മൾ എടുക്കുക. ഓക്കെ, ഇനി ചാനലിൽ കൂടെ പോകുമ്പോഴാണ് നമുക്ക് അതിനകത്ത് എന്ത് സംഭവിക്കണേ? നോയ്സ് എഫക്റ്റഡ് ആവണേ. നോയ്സ് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് സിഗ്നൽസ് ആണ്. അത് നമ്മൾ ചാനലിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ സിഗ്നലിൽ അത് എന്ത് ചെയ്യും? ഡിസ്റ്റോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിനകത്ത് കുറേ എറേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ചാനലിലാണ് നോയ്സ് വരുന്നത്. നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിന്നോ ഒരു പർട്ടിക്കുലർ ആംപ്ലിറ്റ്യൂഡൊന്നും ഒന്നുമില്ല. പല ഫ്രീക്വൻസിയിലും പല ആംപ്ലിറ്റ്യൂഡിലും വന്നിട്ട് നമ്മുടെ സിഗ്നലിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ചാനൽ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മളത് എന്ത് ചെയ്യും? റിസീവർ അത് റിസീവ് ചെയ്യും. എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണോ ട്രാൻസ്മിറ്ററിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ആ മോഡിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? റിസീവറിലും നമ്മൾ തിരിച്ചു ചെയ്യും. മോഡുലേറ്റ് ചെയ്താൽ ഡിമോഡുലേറ്റ് ചെയ്യും. ആംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ ആംപ്ലിഫിക്കേഷൻ കുറയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തേക്കുന്നതുകൊണ്ട് ഒന്നും കൂടെ ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ആ വേവിനെ ആംപ്ലിഫൈ ചെയ്യാം, ഡീകോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എൻകോഡ് ചെയ്തിട്ട് അതിനെ ഡീകോഡ് ചെയ്തെടുക്കാം. ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ നടക്കുന്ന സ്ഥലമാണ് റിസീവർ. അപ്പോൾ റിസീവറിന് നമ്മുടെ ഒറിജിനൽ ഡാറ്റയെ നമ്മൾ റിക്കവർ ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെസ്റ്റിനേഷനിലോട്ട് പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലോക്ക് ഡയഗ്രാം ഓർത്ത് വെക്കണം കേട്ടോ. ഇനി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അത് ഒരു 5 മാർക്സിനോ അല്ലെങ്കിൽ 3 മാർക്സിനൊക്കെ ചോദിച്ചാൽ എങ്ങനെ എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് വെച്ച് പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു 3-4 പോയിന്റ്സ് നമ്മൾ ഓർത്തിരിക്കണം നല്ലതാണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ഫുൾ നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്മിറ്റ് ചെയ്തിട്ട്
നമ്മളത് എന്ത് ചെയ്യണം, റിസീവ് ചെയ്യാൻ പറ്റണം. ഓക്കെ, പകുതി ഇൻഫർമേഷൻ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോസ് ആകാൻ പാടില്ല. പിന്നെ കുറച്ച് സമയത്തിൽ മാക്സിമം ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ആയിരിക്കണം. അപ്പം ഷുഡ് ടേക്ക് ഓൺലി ലെസ് ടൈം ടു ട്രാൻസ്മിറ്റ് മാക്സിമം ഇൻഫർമേഷൻ. ഓക്കെ, പിന്നെ എറർ ഇല്ലാണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. നല്ല കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണെങ്കിൽ ലീസ്റ്റ് എറർ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവേണ്ടത്. ഇനി കുറേ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് അതിനകത്ത് ഉണ്ടാവണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ടൈമിൽ കുറേ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റണം, എറർ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുകയാണ് മിസ് ഇൻഫർമേഷൻ സോഴ്സ്. ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മെസ്സേജ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത്, അതാണ് നമ്മുടെ ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ തരുന്ന മെസ്സേജ് ഇറ്റ് ക്യാൻ ബി വോയിസ് ആവാം, പിക്ചർ ആവാം, ടെക്സ്റ്റ് ആവാം, വീഡിയോ ആവാം, എന്ത് ഫോമിൽ വേണമെങ്കിലും നമുക്ക് ആ മെസ്സേജ് കിട്ടാം. ഓക്കെ, അപ്പോൾ അതെന്നാണ് ഫിസിക്കൽ മെസ്സേജാണ്, നമുക്ക് സോഴ്സ് എന്നാണ് നമുക്ക് ഫിസിക്കൽ മെസ്സേജ് ഞാൻ സംസാരിക്കുന്നതായിരിക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ഫിസിക്കൽ മെസ്സേജാണ് സോഴ്സിൽ നിന്ന് കിട്ടണത്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ഓൾ അബൌട്ട് ഇൻഫർമേഷൻ സോഴ്സ്. എവിടെ നിന്നാണ് ഇൻഫർമേഷൻ ഒറിജിനേറ്റ് ചെയ്യുക, അത് പല ഫോമായിരിക്കും. എനിവേ അതായിരിക്കും നമുക്ക് കിട്ടുന്ന മെസ്സേജ് ഒരു ഫിസിക്കൽ ഫോമിലായിരിക്കും. ഓക്കെ, ഇനി ട്രാൻസ്മിറ്ററിലോട്ട് എത്തി. അപ്പോൾ ട്രാൻസ്മിറ്ററിന് പറഞ്ഞു നമുക്ക് കിട്ടുന്ന മെസ്സേജിനെ അവർ മോഡിഫൈ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിലോട്ട് മോഡിഫൈ ചെയ്തിട്ട് ആ ചാനലിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ശരിക്കും ഈ ട്രാൻസ്മിറ്ററാണ് ഈ സിഗ്നലിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനൊക്കെ ട്രാൻസ്മിഷനൊക്കെ ഇതിനെ പ്രിപ്പയർ ചെയ്യുന്ന ആളാരായിരിക്കും, ട്രാൻസ്മിറ്റർ ആയിരിക്കും. ട്രാൻസ്മിറ്റർ മോഡുലേറ്റ് ചെയ്യാം, എൻകോഡ് ചെയ്യാം, അല്ലെങ്കിൽ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് ഇത്രയും വലിയ ഡിസ്റ്റൻസ് പോകുന്നതുകൊണ്ട് അത് അറ്റുവേറ്റഡ് ആവാണ്ടിരിക്കാൻ വേണ്ടി, അതിന് ആംപ്ലിറ്റ്യൂഡ് വീക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടി ബൂസ്റ്റ് ചെയ്യാം സിഗ്നലിന്റെ സ്ട്രെങ്ത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും ട്രാൻസ്മിറ്റർ. പ്രിപ്പയർ ചെയ്യും ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന്, എൻകോഡ് ചെയ്യും, മോഡുലേറ്റ് ചെയ്യും, ബൂസ്റ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്മിറ്റർ ചെയ്യാം. ഇനി ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനലിനകത്താണ് ഇതാണ് ഫിസിക്കൽ മീഡിയം. നമ്മൾ ട്രാൻസ്മിറ്റർ റിസീവർ അടക്കമുള്ള അതിനെ കണക്ട് ചെയ്യുന്ന മീഡിയമാണ് ചാനൽ. ചാനലിനകത്താണ് ചാനൽ എന്ത് വേണമെങ്കിലും. ഇപ്പോൾ കോപ്പർ വയർ, വയേർഡ് ആണെങ്കിൽ കോപ്പർ വയർ ആയിരിക്കാം, കോആക്സിയൽ കേബിൾസ്, ഫൈബർ ഓപ്റ്റിക്കൽ കേബിൾസ്, വേവ് ഗൈഡ്, അല്ലെങ്കിൽ ഫ്രീ സ്പേസിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പോൾ ചാനൽ ക്യാൻ ബി എനിത്തിങ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് ചാനലിന് വ്യത്യാസം ഉണ്ടാകും. ഇനി ചാനലിൽ നമ്മുടെ ഇപ്പം നമുക്കൊരു ചെറിയ ഡിസ്റ്റൻസ് ആണ്, ലോങ് ഡിസ്റ്റൻസ് ഒന്നും വേണ്ട. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള വയർഡ് എടുക്കാം. മനസ്സിലായോ? ഇപ്പം സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഫ്രീ സ്പേസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഓരോന്നനുസരിച്ചിനകത്ത് വ്യത്യാസങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഓരോ ചോയ്സ് ഓഫ് ചാനൽ ഡിപ്പെൻഡ് ചെയ്യണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ചാനലാണ് ഫിസിക്കൽ മീഡിയം എന്താണ് കണക്ട്സ് ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. അതെന്ത് ഫിസിക്കൽ മീഡിയം വേണമെങ്കിലും ആവാം. നമ്മൾ ചൂസ് ചെയ്യുക നമുക്ക് ആവശ്യമുള്ള ഫീസിബിളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഓക്കെ, ഇനി ചാനലിനകത്താണ് നോയ്സ് ആഡഡ് ആവുന്നത്. അപ്പോൾ നോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു അൺവാണ്ടഡ് സിഗ്നലാണ്. നമുക്ക് നമ്മുടെ സിഗ്നലിൻ്റെ കൂടെ നമ്മുടെ ആവശ്യമുള്ള മെസ്സേജിൻ്റെ കൂടെ ആഡഡ് അപ്പ് ആവുകയാണ് ചെയ്യുക. അത് റാൻഡമായിട്ട് ജനറേറ്റ്, ചിലപ്പോൾ നോയ്സ് എഫക്റ്റ് ചെയ്യില്ലായിരിക്കാം, ചിലപ്പോൾ നോയ്സ് റാൻഡമായിട്ട്, അതിനൊരു റെഗുലർ പാറ്റേൺ ഒന്നുമില്ല, ഇന്ന ഫ്രീക്വൻസി എന്നൊന്നുമില്ല, ഇന്ന ആംപ്ലിറ്റ്യൂഡ് എന്നൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നോയ്സ് വന്നു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് സിഗ്നൽ. ഒന്ന് ഡിസ്റ്റോർട്ടഡ് ആവും, അതിൻ്റെ ഷേപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറും സിഗ്നലിൻ്റെ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എറർ വരും. നമ്മളൊരു ബൈനറി ഇൻഫർമേഷനാണ് കൊടുക്കണമെങ്കിൽ 1ഉം 0ഉം കൊടുത്താൽ ചിലപ്പോൾ അത് 1ഉം 0ഉം ആണ് കൊടുത്തത്, ചിലപ്പോൾ 0ഉം 1ഉം ആവും. പെട്ടെന്ന് അത് എറർ എഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനലിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കമ്പോണൻ്റ് ആണ് നോയ്സ്. നോയ്സ് നോർമലി ചാനലിൽ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ സിഗ്നലിനെ എഫക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അൺവാണ്ടഡ് സിഗ്നലാണ്, അതിന് പെർട്ടിക്കുലർ ആംപ്ലിറ്റ്യൂഡോ പെർട്ടിക്കുലർ ഫ്രീക്വൻസി എന്നൊന്നുമില്ല. ഇത് അൺപ്രഡിക്റ്റബിൾ ആണ്, നമുക്ക് റാൻഡമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഒരൊറ്റ സമയത്ത് എഫക്റ്റ് ചെയ്യണം, ചിലപ്പോൾ അടുത്ത സെക്കൻഡിൽ അങ്ങനെ ആയിരിക്കില്ല സിഗ്നലിനെ എഫക്റ്റ് ചെയ്യണം. റാൻഡം ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സിഗ്നലിനെ ഡിസ്റ്റോർട്ട് ചെയ്യും, ഇത് സിഗ്നലിന് എറേഴ്സ് ഇൻക്ലൂഡഡ് ആക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ റിസീവർ ബ്ലോക്കാണ്. അപ്പോൾ റിസീവർ സൈഡിൽ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത സിഗ്നലിനെ മേടിക്കുന്ന ബ്ലോക്കാണ് റിസീവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ റിസീവർ ശരിക്കും ഇതിൻ്റെ ഇൻപുട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഏത് ഫോം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റ് ആണെങ്കിൽ ലൈറ്റിലായിരിക്കും, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെങ്കിൽ അങ്ങനെയായിരിക്കും. ഇൻപുട്ട് ഏത് ഫോമിലാണ് ആവാം. നോർമലി ഔട്ട്പുട്ട് നമ്മൾ അതിന് എന്തിലോട്ടാണ് കൺവേർട്ട് ചെയ്യുക, നമുക്ക് പ്രോസസ് ചെയ്യാൻ എളുപ്പത്തിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ട് വരിക. ഇനി അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഇതിനകത്ത് നോയ്സ് എഫക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നോയ്സിനെ ഫുൾ റിമൂവ് ചെയ്യണം, ഡിസ്റ്റോർഷൻസ് ഒക്കെ മാറ്റണം. ട്രാൻസ്മിറ്ററിൻ്റെ അവിടെ മോഡുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിമോഡുലേറ്റ് ചെയ്യണം, എൻകോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീകോഡ് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ പ്രോപ്പർ മെസ്സേജ് സിഗ്നലാക്കി മാറ്റി ഒറിജിനൽ സിഗ്നലിനെ റിക്രിയേറ്റ് ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത്, റിസീവർ എന്ന് പറയുന്നത്.
റിസീവർ റിസീവ് ചെയ്യും, അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഒറിജിനൽ സിഗ്നൽ റീക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെ ഇൻപുട്ട് നമുക്ക് ഏത് വേണമെങ്കിലും ഫോം ആവാം. ഔട്ട്പുട്ട് വിൽ ബി മോസ്റ്റ് പ്രോബബ്ലി ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിരിക്കും. പിന്നെ റിസീവറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഡീകോഡ് ചെയ്യുക, അതുപോലെ തന്നെ ഡിമോഡുലേറ്റ് ചെയ്യുക, അതിനൊന്നുകൂടെ സിഗ്നലിനകത്തുള്ള നോയ്സിനൊക്കെ റിമൂവ് ചെയ്യുക. അതൊക്കെയാണ് റിസീവറിൻ്റെ ഫംഗ്ഷൻസ്. ഇനി ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ പ്ലേസ്, നമുക്ക് ഇത് ആർക്കാണ് ഒറിജിനൽ റിസീവ് ചെയ്യേണ്ട സ്ഥലം, അതാണ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് അവർക്ക് ആവശ്യമുള്ള ഫോമിലോട്ടായിരിക്കും അവർക്ക് ഡെലിവറി ചെയ്യണം റിസീവർ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ബ്ലോക്കാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ. ഓക്കെ, അപ്പം ഇതാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്രയും ബ്ലോക്സ് ഓർത്ത് വയ്ക്കുക, കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, പക്ഷേ നമ്മൾ എക്സാമിൽ ചോദിച്ചു വരുമ്പോൾ എഴുതാൻ ഈ പോയിന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക, ഓരോ ബ്ലോക്കിൻ്റെ അണ്ടറിൽ നമ്മൾ എന്താണ് എഴുതണത് എന്നുള്ളത്. ഓക്കെ, അപ്പം ദിസ് ഈസ് ഓൾ അബൌട്ട് ഫോർ ടുഡേയ്സ് സെഷൻ. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു.